പ്രിയപ്പെട്ടവരെ, പിറവി തിരുനാളിൻ്റെ ഒന്നാം ഞായറാഴ്ച നമുക്ക് ധ്യാനിക്കാനുള്ള സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള ഭാഗമാണ്. ഈ ഭാഗം തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ഹെറോദേസ് രാജാവിൻ്റെ കാലത്ത് യൂദയയിലെ ബേത്ലഹേമിൽ യേശു ജനിച്ചപ്പോൾ പൗരസ്ത്യ ദേശത്ത് നിന്ന് ജ്ഞാനികൾ ജെറുസലേമിലെത്തി. അപ്പോൾ ജ്ഞാനികളുടെ സന്ദർശനത്തെക്കുറിച്ച് വിവരിക്കുന്ന സുവിശേഷ ഭാഗമാണിത്. ജ്ഞാനികളുടെ പ്രത്യേകത എന്താണ്? ജ്ഞാനികളുടെ പ്രത്യേകത ഇതാണ്: പാപവും പുണ്യവും വേർതിരിച്ചറിയാൻ അവർക്ക് സാധിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് തന്നാലും നാഥ ആത്മാവിനെ എന്ന ഗാനത്തിൽ നമ്മളിങ്ങനെ പാടുന്നത്, പാപവും പുണ്യവും വേർതിരിച്ചേകുന്ന ജ്ഞാനമായി ഒഴുകി വരും. അപ്പോൾ അങ്ങനെയുള്ള ജ്ഞാനികൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് രാജകീയ സദസ്സുകളോട് ചേർന്നിട്ടുണ്ടായിരുന്നു. പൗരസ്ത്യ ദേശത്ത് ഈ ജ്ഞാനികൾക്ക് പ്രത്യേകമായ പ്രാധാന്യമുണ്ടായിരുന്നു. ഇവരുടെ പ്രത്യേകത ഇതാണ്: വാനനിരീക്ഷകരും കൂടിയായിരുന്നു ഇവർ. ആകാശത്തിൻ്റെ ഭാവഭേദങ്ങളെ കണ്ടിട്ട് ഭൂമിയിലുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് വ്യാഖ്യാനിക്കാൻ അവർക്ക് കഴിവുണ്ടായിരുന്നു. അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ഈശോ തന്നെ പിന്നീട് പരസ്യജീവിതത്തിൽ പറയുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് ആകാശത്തിൻ്റെ ഭാവഭേദം വ്യാഖ്യാനിക്കറിയാം, എന്നാൽ ഈ കാലത്തെ വ്യാഖ്യാനിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ട്? ഈ ജ്ഞാനികൾക്കുള്ള പ്രത്യേകത ആകാശത്തിൻ്റെ ഭാവഭേദങ്ങളെയും ഈ കാലത്തെയും ഒരുമിച്ച് വ്യാഖ്യാനിക്കാൻ അവർക്ക് കഴിയുമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു മനസ്സ്, അങ്ങനെ ഒരു കഴിവ് നമുക്കുണ്ടാകണമെന്ന് തന്നെയാണ് ഈശോ ആ പ്രസ്താവനയിലൂടെ നടത്തുന്നത് തന്നെ. നമുക്ക് ഈ ഭാഗത്തിലേക്ക് തന്നെ കൂടുതലായിട്ട് വരാം. ഈ ജ്ഞാനികളുടെ മറ്റൊരു പ്രത്യേകത, അവര് ദാനിയേലിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, സ്വപ്ന വ്യാഖ്യാതാക്കളായ ജ്ഞാനികളെക്കുറിച്ച്. അവർ പുരോഹിതന്മാർ കൂടിയായിരുന്നു. പേർഷ്യ, ബാബിലോൺ, അറേബ്യ എന്നീ ഭാഗങ്ങളിൽ ഇങ്ങനെയുള്ള ജ്ഞാനികൾ കൂടുതലായിരുന്നു താനും. അതുകൊണ്ട് തന്നെ ഈ ജ്ഞാനികൾ ഈ ഭാഗത്തു നിന്ന് എവിടെന്നെങ്കിലുമൊക്കെ വരാനാണ് സാധ്യത. ഇനി രാജകീയ സദസ്സുകളിൽ ജ്ഞാനികളുടെ സാന്നിധ്യം നമ്മൾ കാണുന്നുണ്ട്. സാർ ചക്രവർത്തിമാരുടെ ഭരണ സംവിധാനങ്ങളോട് ചേർന്നിട്ട് ഹോളി ഫൂൾസ്, വിശുദ്ധ വിഡ്ഢികൾ എന്ന് പറയുന്ന ജ്ഞാനികളുണ്ടായിരുന്നു. ഇവർ സാർ ചക്രവർത്തിമാരുടെ പേടി സ്വപ്നമായിരുന്നു. അരുതായ്മകളെക്കുറിച്ച് മുന്നറിയിപ്പ് കൊടുത്തിരുന്ന, ധർമാധർമ്മങ്ങളെക്കുറിച്ച് വിവേചനം നടത്തിയിരുന്ന മഹാജ്ഞാനികളായ മനുഷ്യരായിരുന്നു. ഹോളി ഫൂൾസ് എന്നാണ് റഷ്യയിൽ അവരറിയപ്പെട്ടിരുന്നത്. നമ്മൾ ഇന്ത്യൻ പാരമ്പര്യത്തിലും അത് കാണുന്നുണ്ട്. ഇവിടെ പുരോഹിതന്മാരുണ്ട്, ജ്ഞാനികളായ പുരോഹിതന്മാർ, രാജഗുരുക്കൾ എന്നാണ് അവരെ പറഞ്ഞത്. അവരാണ് രാജാവിൻ്റെ കിരീടധാരണം നടത്തുന്നത് പോലും. വലിയ മതിപ്പും ബഹുമാനവും അവർക്കുണ്ടായിരുന്നു. രാജഗുരു രാജസദസ്സിലേക്ക് വരുമ്പോൾ എല്ലാവരും ഒന്നടങ്കം, രാജാവ് ഉൾപ്പെടെ എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ രാജാവിനെ വാഴിക്കുമ്പോൾ പറഞ്ഞിരുന്ന വാക്യങ്ങളൊക്കെ പ്രധാനപ്പെട്ട, മറക്കായിക നിന്നെയും നീ ഭരിക്കും ജനത്തെയും. അത്രമാത്രം പ്രാധാന്യം ഉണ്ടായിരുന്നു ഈ ജ്ഞാനികളായിട്ടുള്ള ആളുകൾക്ക്. ഇവര് 3 പേരാണ് എന്നാണ് പാരമ്പര്യം പറയുന്നത്. പേർഷ്യയിൽ നിന്നോ ബാബിലോണിൽ നിന്നോ എത്തിയ ഈ 3 ജ്ഞാനികളിൽ ഒന്നാമത്തെ ആളുടെ പേര് മെൽക്കിയോർ എന്നാണ്. അദ്ദേഹം പ്രായമായ ആളാണ്, നരച്ച താടിയുണ്ട്. അദ്ദേഹമാണ് പൊന്ന് കാഴ്ചയർപ്പിക്കുന്നത്, രാജ്യത്വത്തിൻ്റെ അടയാളമായ പൊന്ന് കാഴ്ചയർപ്പിക്കുന്ന അദ്ദേഹമാണ്. രണ്ടാമത്തെ ആള് ഗാസ്പറാണ്. അദ്ദേഹം ചെറുപ്പക്കാരനാണ്. അദ്ദേഹത്തിന് സ്വർണ്ണ നിറമുള്ള മുടിയുണ്ട്, താടിയില്ല, ചെറുപ്പക്കാരൻ. അദ്ദേഹമാണ് മീറ, അതായത് ദൈവികതയുടെ അടയാളമായ മീറ കാഴ്ചയർപ്പിക്കുന്നത്. മൂന്നാമത്തെ ആള് ബെൽത്താസറാണ്. അദ്ദേഹം കറുത്ത മനുഷ്യനാണ്, കറുത്ത താടിയുള്ള, അല്പം പൊക്കമുള്ള അദ്ദേഹമാണ് കുന്തിരിക്കം കാഴ്ചയർപ്പിക്കുക. മനുഷ്യത്വത്തിൻ്റെ അടയാളം പേറിയാണ് അദ്ദേഹം വരുന്നത്. അദ്ദേഹമാണ് കുന്തിരിക്കം കാഴ്ചവെക്കുന്നത്. ഈശോയെ മരിച്ചടക്കുമ്പോൾ കബറിടത്തിൽ അടക്കുന്ന സമയത്ത് ഓർക്കുക, ദൈവത്വത്തിൻ്റെയും മനുഷ്യത്തിൻ്റെ അടയാളമായ മീറയും കുന്തിരിക്കവും അവിടെ അർപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ ഓർക്കുക. പ്രിയപ്പെട്ടവരെ, ഇവർ വരുമ്പോൾ ചോദിക്കുന്ന ചോദ്യം ഇതാണ്. ഹെറോദസിൻ്റെ അടുത്ത് വന്ന്, യഹൂദരുടെ രാജാവായി പിറന്നവൻ എവിടെയാണ്? അങ്ങനെ ഒരു വിശ്വാസം ലോകത്ത് പ്രബലമായിരുന്നു. പ്രത്യേകിച്ച് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ പ്രബലമാകാൻ കാരണം യഹൂദ കോളനികൾ എല്ലായിടത്തും ഉണ്ടായിരുന്നു. യഹൂദര് രക്ഷകനെ പ്രതീക്ഷിച്ചിരുന്നു. അപ്പോൾ ഒരുപക്ഷെ അതിനോടൊക്കെ ചേർന്നിട്ടായിരിക്കാം കൺഫ്യൂഷ്യസ് എന്ന് പറഞ്ഞ ചൈനയിലെ മഹാജ്ഞാനിയായ മനുഷ്യൻ പറഞ്ഞു, ലോകത്തെ മുഴുവൻ അടക്കി ഭരിക്കാനുള്ളവൻ യൂദയായിൽ നിന്ന് പുറപ്പെടും. സിസറോയുടെ പ്രവചനങ്ങളിലും അങ്ങനെയുണ്ട്. പൗരസ്ത്യ ദേശത്തു നിന്ന്
ജെറുസലേമിൽ നിന്ന്, ബേത്ലഹേമിൽ നിന്ന് ലോകത്തെ ഭരിക്കുന്ന മഹാജ്ഞാനി, ഒരു സൂര്യോദയമുണ്ടാകും എന്ന തരത്തിൽ ഈ വലിയ ചിന്തകരൊക്കെ പ്രവചനം നടത്തിയിരുന്നു നമ്മൾ കാണുന്നു. പിന്നീട് വാനനിരീക്ഷകരും ചരിത്രകാരന്മാരിലും ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്രതീക്ഷകൾ നമ്മൾ കാണുന്നുണ്ട്. ജോസഫൂസ്, യഹൂദ ചരിത്രം എഴുതിയ ജോസഫൂസ്, അദ്ദേഹം ജെറുസലേമിൻ്റെ നാശത്തെക്കുറിച്ച് പറയുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പറയുന്നത്. ജെറുസലേമിൽ 1 വർഷത്തോളം നീണ്ടു നിൽക്കുന്ന തരത്തിൽ ഒരു നക്ഷത്രം പ്രത്യക്ഷപ്പെട്ടിരുന്നു, ഒരു ധൂമകേതുവായിരുന്നു അത് എന്ന രീതിയിൽ അദ്ദേഹം വിവരിക്കുന്നുണ്ട്. അതുപോലെ വാനനിരീക്ഷകരായ ടോളമിയും പ്ലീനിയും ഒക്കെ വ്യാഴത്തിനും ശനിക്കും ഇടയ്ക്ക് 850ഓളം വർഷങ്ങൾ കൂടി നടന്ന ഒരു ഗ്രഹണമുണ്ടായെന്നും അതിൻ്റെ അനുരണനങ്ങളും പ്രതിധ്വനികളും വർഷങ്ങളോളം നീണ്ടു നിന്നിരുന്നു എന്നും ഈ വാനനിരീക്ഷകർ എഴുതുന്നുണ്ട്, അവരുടെ പ്രസ്താവനകളിലുണ്ട്. അപ്പോൾ ആ തരത്തിലൊക്കെ ഇതിനോട് ചേർന്നിട്ട് ഉള്ള പ്രസ്താവനകൾ ചരിത്രത്തിൽ നിന്ന് തന്നെ നമ്മൾ കാണുന്നുണ്ട്. ഇനി നമ്മൾ ഓർക്കുക, ഈ യഹൂദരുടെ രാജാവ് എന്ന ആ ചോദ്യം തന്നെ വളരെ അർത്ഥവത്താണ്. കാരണം ഈശോയുടെ രാജ്യത്വം ജനനത്താൽ തന്നെ പ്രഘോഷിക്കപ്പെടുകയാണ്. അത് അവസാനം വരെ ഈശോയുടെ പീലാത്തോസ് ചോദിക്കുന്നു അത് തന്നെയാണല്ലോ, നീ യഹൂദരുടെ രാജാവാണോ? അതാണല്ലോ ചോദ്യം. ഈശോയ്ക്കെതിരെ നൽകിയ ആരോപണങ്ങളിലൊന്നും ഇവൻ തന്നെ രാജാവാക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ കുരിശിൻ്റെ മുകളിൽ എഴുതി വെച്ചതും അത് തന്നെയാണ്, ഈ ചോദിച്ച ചോദ്യം തന്നെയാണ്. യഹൂദരുടെ രാജാവ്, ജനനത്തിൻ്റെ സമയത്ത് ജ്ഞാനികൾ ചോദിച്ച ചോദ്യം തന്നെയാണ് പീലാത്തോസ് കുരിശിൻ്റെ മുകളിൽ എഴുതി വെക്കുന്നത് എന്ന് നമ്മൾ മറന്നുപോകരുത്. അപ്പോൾ സർവ്വലോകത്തിൻ്റെയും ചക്രവർത്തിയായി, ഈ ഭൂമിയുടെ ചക്രവർത്തിയായി, സർവ്വമാനവീയ മൂല്യങ്ങളുടെയും അതിനാഥനായി, എല്ലാ കാലത്തും നിലനിൽക്കുന്ന, അതുകൊണ്ടല്ലേ നെപ്പോളിയൻ ബോണപ്പാർട്ട് പറഞ്ഞത് മിശിഹായേക്കാൾ വലിയ ഒരു രാജാവില്ല, ഒരു ചക്രവർത്തിയില്ല എന്ന് പറഞ്ഞതിൻ്റെ കാരണം അതാണല്ലോ. അപ്പോൾ ഈ രാജ്യത്വത്തെക്കുറിച്ചും നമ്മൾ ധ്യാനിക്കേണ്ടത് തന്നെയാണ്. നമ്മൾ ബൈബിൾ വ്യാഖ്യാനത്തിൻ്റെ ഇടയ്ക്ക് ഈശോ കാണിച്ചു തന്ന ദാരിദ്ര്യത്തിൻ്റെയും അതുപോലെ ശൂന്യവൽക്കരണത്തിൻ്റെയും കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ അതിനോട് ചേർന്ന് ഈ രാജ്യത്വത്തെയും കുറിച്ചും നമ്മൾ ധ്യാനിക്കേണ്ടതാണ് എന്ന് നമ്മൾ മറന്നുപോകരുത്. പ്രിയപ്പെട്ടവരെ, അതിനുശേഷം ഹെറോദേസിൻ്റെ പക്കൽ അവർ വരുമ്പോൾ ഒക്കെ ആ നക്ഷത്രം അവർക്ക് കാണാനാകുന്നില്ല. അവിടെ നിന്ന് പുറത്ത് കടക്കുമ്പോഴാണ് നക്ഷത്രം കണ്ട് അവർ സന്തോഷിച്ചു എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഹെറോദേസ് എന്ന് പറയുന്നത് വലിയൊരു പ്രതീകമാണ്, തിന്മയുടെ പ്രതീകമാണ്, കപടതയുടെ പ്രതീകമാണ്. ഈശോ ഏറ്റവും കൂടുതൽ വെറുത്ത തിന്മ എന്ന് പറയുന്ന കാപ്പട്യമാണ്. കപടനാട്യക്കാരായ നിയമജ്ഞരെ, ഫരിസേയരെ, നിങ്ങൾക്ക് ദുരിതം എന്ന് പറഞ്ഞ് കാപ്പട്യത്തെ ഈശോ ഏറ്റവും കൂടുതൽ, കാരണം അത് ദൈവത്വത്തിനെതിരാണ്, അത് മനുഷ്യത്വത്തിനെതിരാണ്. അപ്പോൾ അതുകൊണ്ടാണ് കാപ്പട്യം വലിയ തിന്മയായി. ഉള്ളിൽ ഒന്ന് വിചാരിക്കുകയും മറ്റൊന്ന് പ്രവർത്തിക്കുകയും തന്നെ ചതിക്കുകയും മറ്റുള്ളവരെയും ചതിക്കുന്നതാണ്. ദൈവത്തെ ചതിക്കുന്നു, തന്നെ ചതിക്കുന്നു, സമൂഹത്തെ ചതിക്കുന്നു. അതുകൊണ്ട് അത് ഗൗരവതരമായ പാപമായിട്ട് മാറുന്നു. അവിടെ വന്ന് ചോദിക്കുന്ന ഹെറോദേസിനോട് അവർ ഈ ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ ഓർക്കുക, ഹെറോദേസ് ഭയാശങ്കയിൽപ്പെടുകയാണ്. ഹെറോദേസ് ക്രൂരനായ ചക്രവർത്തിയാണ്. നമുക്ക് ഹെറോദേസ് എന്ന് പറയുന്ന പദം തന്നെ ഗ്രീക്ക് പദമാണ്. അയാൾ യഹൂദനല്ല. അദ്ദേഹത്തിന് ആ വാക്കിൻ്റെ അർത്ഥം, ഹെറോദേസ് എന്ന വാക്കിൻ്റെ അർത്ഥം ഹീറോകളുടെ പിൻഗാമി എന്നാണ്. അതുകൊണ്ട് യഹൂദർക്ക് തന്നെ ഇഷ്ടമില്ല എന്നറിയാവുന്നത് കൊണ്ട് തന്നെ ഈ ചോദ്യം കേട്ടപ്പോൾ അയാൾ കൂടുതൽ പരിഭ്രാന്തനായി. അദ്ദേഹത്തിൻ്റെ അപ്പനെ ബലമായിട്ട് യഹൂദർ പിടിച്ച് പരിച്ഛേദനം നടത്തിയ ആളാണ്. അപ്പോൾ ഇയാൾ സ്വന്തം സഹോദരി ഭർത്താവിനെ വധിച്ച ആളാണ്. സ്വന്തം ഭാര്യയുടെ അനുജത്തിയുടെ ഭർത്താവിനെ വധിച്ച ആളാണ്. ഭാര്യയെ തന്നെ, പത്നിയെ തന്നെ വധിച്ച ആളാണ്. അവസാനം താൻ മരിക്കുമ്പോൾ ആരും കരയാൻ കാണില്ല എന്ന് കരുതി അദ്ദേഹം ക്രൂരമായ ഒരു കാര്യം ചെയ്യാണ്. ആ നാട്ടിലെ ഏറ്റവും നല്ലവരായ 100 പേരെ പിടിച്ച് തടവിലാക്കാനും താൻ മരിക്കുമ്പോൾ അവരെ കൊല്ലാനും, അങ്ങനെ അവർ മരിച്ചല്ലോ എന്നോർത്ത് ആളുകൾ കരയുകയും അങ്ങനെ എൻ്റെ മരണത്തിലെ കരച്ചിലായിട്ട് അത് മാറുകയും ചെയ്യുമെന്നുള്ള അങ്ങനെ ഒരു ഓർഡർ കൊടുത്ത, കൽപ്പന കൊടുത്ത മഹാദുഷ്ടനായ മനുഷ്യനാണ് ഈ ഹെറോദേസ്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഇതിൻ്റെ എല്ലാം ചേർന്ന് ഇനി നമ്മൾ പ്രായോഗികതയിലേക്ക് വന്നു കഴിഞ്ഞാൽ 2 വ്യക്തിത്വങ്ങളെ ബൈബിൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ബൈബിളിൻ്റെ പുതിയ നിയമത്തിൻ്റെ ചരിത്രം തുടങ്ങുന്ന
ആദ്യ അധ്യായങ്ങളിൽ തന്നെ 2 വ്യക്തിത്വം. ഒന്ന് രജിബുദ്ധികളായ, നേരെ വാ നേരെ പോ എന്ന് പെരുമാറുന്ന ദൈവിക സ്വഭാവമുള്ള ജ്ഞാനികളെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുക. 2 കാപട്യം നിറഞ്ഞ ഹെറോദേസിന്. ഈ ഹെറോദേസ് ഓർക്കുക, ഈ ഹെറോദേസ് യൂദാസിൻ്റെ പ്രോട്ടോടൈപ്പാണ്. യൂദാസ് അതാണല്ലോ, ചുംബനം കൊണ്ട് മനുഷ്യപുത്രനെ ഈശോയെ ഒറ്റിക്കൊടുക്കുന്നു, ഒന്ന് ചെയ്യുകയും മറ്റൊന്ന് പ്രവർത്തിക്കുകയും ചെയ്യുക. അത് തന്നെയാണ് ഹെറോദേസ് ചെയ്യുന്നത് എന്ന് നമ്മൾ ഓർക്കുക. ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ചോദ്യം, നമ്മൾ ഏത് തരം വ്യക്തിത്വമുള്ളവരാണ്? നമ്മൾ ഉള്ളിൽ കാപട്യം പേടുന്നവരാണോ? നമ്മുടെ നിഷ്കളങ്കതകളൊക്കെ നമ്മൾ നശിപ്പിച്ച് കളയുന്നുണ്ടോ? നമ്മൾ നേരെ വാ നേരെ പോ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണോ? രണ്ടാമത്തെ പ്രായോഗികമായിട്ടുള്ള കാര്യം ഇതാണ്, ഈ ജ്ഞാനികളുടെ ഈ നിരീക്ഷകരായ ജ്ഞാനികളാണ്. അതിനോട് ചേർന്ന് പാപവും പുണ്യവും വേർതിരിച്ചറിയാൻ പറ്റുന്ന ജ്ഞാനം നമുക്കുണ്ടോ? അങ്ങനെയുള്ള ഒരു ബോധ്യം നമുക്കുണ്ടോ എന്നുള്ളതാണ്. തെറ്റ് കുറ്റങ്ങളെ ഏതാണ് തെറ്റ് ഏതാണ് ശരി എന്ന് വിവേചിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? ഇപ്പോഴത്തെ നമ്മുടെ സമൂഹത്തിൽ പല പിള്ളേരും പറയുന്ന ഇറ്റ് ഡിപ്പെൻസ് എന്നുള്ളതാണ്. തെറ്റും ശരിയും അവർക്കില്ല. അവർക്ക് എല്ലാം ഓരോരുത്തരുടെ വ്യക്തിത്വത്തോട് ചേർന്ന് പോകേണ്ട, ഓരോരുത്തരാണ് തീരുമാനിക്കേണ്ടത് എന്നുള്ള രീതിയിലാണ് ഇപ്പം വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നിരീക്ഷണ ബുദ്ധി ഉണ്ടോ എന്നുള്ളതാണ്. നമ്മൾ സയൻസിൻ്റെ ആദ്യ പടിയായിട്ട് പറയുന്ന ഇതാണ്, ഒബ്സർവേഷൻ, നിരീക്ഷണ ബുദ്ധി. അത് നമുക്ക് ഈ കാലത്ത്, നമുക്കൊരു സമൂഹം എന്ന നിലയ്ക്ക് ക്രിസ്ത്യാനികൾക്ക് കൂടുതലായിട്ട് അത് നഷ്ടപ്പെടുന്നുണ്ടോ? നമ്മുടെ അധികാര കേന്ദ്രങ്ങൾക്ക് നഷ്ടപ്പെടും, നമ്മുടെ മാതാപിതാക്കൾക്ക് നഷ്ടപ്പെടുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. ഒരു സ്ഥലത്ത് ഓണത്തിൻ്റെ വലിയ ആഘോഷം നടക്കുകയാണ്. അപ്പോൾ പിള്ളേരുടെ ഡാൻസൊക്കെ കണ്ടിട്ട് എല്ലാവരും, നമ്മുടെ ക്രൈസ്തവ സ്ഥാപനമാണ്, എല്ലാവരും പറയും നോക്കിയ പിള്ളേർ എന്തു വലിയ നല്ല ഡാൻസ് ആണെന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ യാതൊരു ഈ കാലത്തിൻ്റെ ഭാവത്തെ അറിയാൻ പറ്റാത്തവരായിട്ട് നടക്കുകയാണ്. ഈശോ കുറ്റപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അവിടെ ഒരു അധ്യാപകൻ മാത്രം നിരീക്ഷിക്കുന്നുണ്ട്. ആരംഭം മുതൽ ഡാൻസ് കളിച്ചു കഴിഞ്ഞ 3-4 പേര് അവർ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നിർത്തുന്നില്ല. പല ആളുകളും വന്നു പോകുമ്പോൾ ഇവർ മാത്രം അദ്ദേഹം നിരീക്ഷിച്ചു. അവസാനം ഈ കുട്ടികളിലേക്ക് എത്തുമ്പോൾ 4 പേരും ഡ്രഗ്സ് ഉപയോഗിച്ചതിന് ശേഷമാണ് കോളേജിൽ വന്നതെന്ന് കണ്ടുപിടിക്കപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമുക്ക് ഈ നിരീക്ഷണ പാഠവം എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. ഒരു സ്ഥലത്ത് പതിവായിട്ട് പള്ളിയിൽ നിന്ന് ചെരുപ്പ് കാണാതെ പോവുകയാണ്. അപ്പോഴാണ് അവിടുത്തെ ഒരു കൊച്ചച്ചൻ പള്ളിയിൽ കുർബാന സ്വീകരണത്തിൻ്റെ സമയത്ത് ഒരു ബൈക്ക് പള്ളിയുടെ ഗ്രൗണ്ടിലേക്ക് വരുന്നത് നിരീക്ഷിക്കുകയാണ്. 2 ദിവസം നിരീക്ഷിച്ചപ്പോൾ അവസാനം CCTV ക്യാമറ എന്ന് മനസ്സിലാക്കി ഈ മനുഷ്യനാണ് ഈ ചെരുപ്പ് മോഷ്ടിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമാണ് ഈ കാലഘട്ടത്തിൽ നമ്മുടെ കുട്ടികളിലുണ്ടാകുന്ന ഭാവത്തിൽ, നമ്മുടെ ആത്മീയ കാര്യങ്ങളിൽ വരുന്ന ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് നിരീക്ഷണ പാഠമുണ്ടോ? നാലാമത്തത് നമ്മുടെ പ്രധാനപ്പെട്ടുള്ള കാര്യം ഇതാണ്, നമ്മൾ ആരുടെ വഴിയാണ്? നമ്മൾ നക്ഷത്രം തെളിക്കുന്ന വഴിയാണോ, ഹെറോദേസ് നയിക്കുന്ന വഴിയാണോ പോകുന്നത്? ഏത് വഴിയാണ് നമ്മൾ പോകുന്നത് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. Subscribe now and press the bell icon. Never miss an update.